നമസ്തേ. ഈ മൗനം പോലും മധുരം, മധുനിലാവിൻ മഴയിൽ. ഈ പാട്ട് കേൾക്കാത്തവരായി ആരുമുണ്ടാകില്ല. ജീവിതത്തിലെ ചില സാഹചര്യങ്ങളിലെങ്കിലും നാം മൗനം പാലിക്കേണ്ടതിന്റെ ആവശ്യമുണ്ടോ? തീർച്ചയായും അതെ എന്നാണ് എൻ്റെ ചിന്താഗതി. ചില സാഹചര്യങ്ങളിൽ നമുക്ക് സംസാരിക്കാൻ ഒരു വോയിസ് ഇല്ലാതിരിക്കും. ഉദാഹരണത്തിന് ഹിറ്റ്ലർമാരെ പോലുള്ള അധികാരികൾ, അങ്ങനെ പലതും ഉണ്ടാകും. നമ്മുടെ വീട്ടിനുള്ളിൽ തന്നെ പലരും ഉണ്ടാകും നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം തരാത്തവർ. പക്ഷെ നാം എന്തു ചെയ്യണം? എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാൽ മൗനം പാലിക്കുകയാണ് നല്ലത്. മൗനം വാക്കുകളേക്കാൾ ശക്തമായി സംസാരിക്കും. ചിലപ്പോൾ ഒരു നോട്ടം മതി, മറ്റേ സൈഡിലുള്ളവർക്ക് മനസ്സിലാകും. നാം ചെറുതായിരുന്നപ്പോൾ ഓർമ്മയില്ലേ, കുസൃതി കാട്ടുമ്പോൾ അമ്മയുടെ ഒരു നോട്ടം, അല്ലെങ്കിൽ ഇഷ് എന്നൊരു ശബ്ദം, പിന്നെ നമ്മളൊരു മൂലയിൽ പോയി അനങ്ങാതിരിക്കും. 80% സമയങ്ങളിലും ചില ഹിറ്റ്ലർമാരുടെ മുമ്പിൽ എനിക്ക് സംസാരിക്കാൻ, എൻ്റെ പാട്ട് പറയാൻ എനിക്ക് അവസരം കിട്ടിയിട്ടേയില്ല. 20% സമയങ്ങളിൽ അവസരം കിട്ടിയിട്ടും ഞാൻ സംസാരിച്ചിട്ടേയില്ല. സ്വയം ഒതുക്കാൻ ശ്രമിച്ചു. വർഷങ്ങൾ പിന്നിട്ട് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെ കൊണ്ടൊരു വാക്ക് സംസാരിപ്പിക്കാത്ത ദൈവത്തിന് നന്ദി എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. എന്നുവെച്ച് ഞാൻ കോപിച്ചിട്ടില്ലേ, സംസാരിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ധാരാളം അവസരങ്ങളിൽ. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലുള്ളവരോട് ഒരുപാട് തവണ. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മളൊരു ഹോസ്പിറ്റലിലെ നേഴ്സാണെങ്കിൽ, പ്രത്യേകിച്ച് വിദേശത്താണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, ഫോൺ കൂടെ ഉള്ളതുകൊണ്ട് നാട്ടിലെ വിവരങ്ങൾ അപ്പോൾ അറിയും. ചിലപ്പോൾ അമ്മയ്ക്കോ കുഞ്ഞുങ്ങൾക്കോ അസുഖമായിരിക്കും, മറ്റെന്തെങ്കിലും വിഷയമായിരിക്കും. അതുമല്ലെങ്കിൽ ചിലപ്പോൾ ഭർത്താവിനോട് പിണങ്ങിയായിരിക്കും ജോലിക്ക് പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് തന്നെ ശരീരത്തിന് സുഖമില്ലാതിരിക്കും. എന്തൊക്കെയായാലും നമ്മുടെ മുമ്പിൽ വരുന്ന പേഷ്യൻസിനോട് എല്ലാം ഉള്ളിൽ ഒതുക്കി ചിരിച്ച മുഖമാണ് കാണിക്കാറ്. നമ്മുടെ ഫീലിങ്സിന് അവിടെ വിലയേ ഇല്ല. നാം രോഗിയാണെങ്കിലും നാം ശുശ്രൂഷിക്കുന്നവരുടെ മുമ്പിൽ നാം ഹീറോയാണ്. അതുപോലെയാണ് നമ്മുടെ വീട്ടിലും. പ്രത്യേകിച്ച് നാം വീട്ടിലെ മൂത്ത കുട്ടിയാണെങ്കിൽ, പ്രായം കൂടിയ വ്യക്തിയാണെങ്കിൽ, മാതാവോ പിതാവോ മൂത്ത സഹോദരിയോ സഹോദരനോ ആണെങ്കിൽ നമ്മുടെ ഫീലിങ്സിന് വാല്യൂ ഇല്ല. അവരുടെ മുമ്പിൽ നാം ഹീറോയാണ്. എത്ര ദേഷ്യം വന്നാലും സ്നേഹത്തോടെ സംസാരിക്കേണ്ടുന്ന ചേച്ചിയാകണം, ചേട്ടനാകണം. മറ്റുള്ളവർ പിണങ്ങിയാലും നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്ത് വീണ്ടും മിണ്ടേണ്ടി വരും. കുടുംബ ബന്ധങ്ങൾ നിലനിൽക്കണമെങ്കിൽ വിട്ടുകൊടുക്കണം. പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ മൗനം പാലിച്ച് അങ്ങനെയൊക്കെ വേണ്ടിവരും. ചില മനുഷ്യരോട് എതിർത്ത് സംസാരിക്കാനേ പാടില്ല. ഉദാഹരണമായി ഒപ്പം ജോലി ചെയ്യുന്നവർ, വഴിയിൽ കാണുന്നവരൊക്കെ. ചിലരെയൊക്കെ പിന്നെ നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടാറേ ഇല്ല. അതുകൊണ്ട് അവരോട് നമ്മുടെ മൗനം പാലിക്കുകയാണ് ചെയ്യേണ്ടത്. ചിരിച്ച മുഖഭാവം കൊടുക്കാൻ കഴിഞ്ഞാൽ എത്ര ഭംഗിയാണ്. പറഞ്ഞു വന്നതിന്റെ സാരം, മൗനം എന്നത് പരിശീലനത്തിലൂടെ നേടിയെടുക്കേണ്ട ഒന്നാണ്. പ്രായം കൂടുന്തോറും കൂടുതൽ വാചാലരാകാതെ മൗനം പാലിക്കാം. മറ്റുള്ളവരെ കേൾക്കുന്ന നല്ല കാതുകൾ ആയിരിക്കാം. അങ്ങനെ ബന്ധങ്ങൾ സുദൃഢമാകട്ടെ. അതെ, മൗനം മധുരമാണ്. ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്ന മൗനം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും ബൈ.